നമ്മളെല്ലാവരും യാതൊരു പുരോഗതിയുമില്ല എന്ന് തോന്നിപ്പോകുന്ന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഉത്തരം കിട്ടുന്നില്ല. കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, എന്നാൽ മാറ്റമൊന്നും കാണുന്നില്ല. പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതുവരെ ആയില്ല. ദൈവമൊന്നും കാണുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. എന്നാൽ സാഹചര്യങ്ങളെ ഒരുപക്ഷെ മാറ്റിയില്ലെങ്കിൽ പോലും നിശബ്ദത ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയല്ല. അത് നമ്മെ മാറ്റുന്ന സമയമായിരിക്കും. അത് നമ്മുടെ ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആളുകൾ നമ്മെ തെറ്റിദ്ധരിക്കുന്നു. കൂട്ടുകാരൊക്കെ വിവാഹിതരായി, എന്നാൽ ഞാൻ മാത്രം സിംഗിളാണ്. സഹപ്രവർത്തകരെക്കാളും കൂടുതൽ ഞാൻ ജോലി ചെയ്യുന്നു, എന്നാൽ എനിക്ക് മാത്രം പ്രൊമോഷനില്ല. നമ്മളെ എല്ലാവരും മറന്നുപോയ പോലെ, അവഗണിക്കുന്ന പോലെ, വില തരാത്ത പോലെ തോന്നിപ്പോകുന്ന അവസ്ഥ. ഈ ഐസൊലേഷൻ്റെ കാലഘട്ടം വളരെ വിലപ്പെട്ടതാണ്. പുറമേ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നത് കാണുന്നില്ലെങ്കിലും അകമേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പാക്കപ്പെടുന്ന കാലഘട്ടമാണിത്. മനുഷ്യരിൽ ആശ്രയിക്കാതിരിക്കാൻ നിങ്ങൾ പഠിക്കുകയാണ്. ദൈവം നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തുന്നതിന് ആവശ്യമായ എക്സ്പീരിയൻസും പക്വതയും ശക്തിയും നമ്മൾ ഈ സമയത്ത് ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസ്തരായിരിക്കും, സത്യസന്ധരായിരിക്കും. മറ്റേയാൾ ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമായിരിക്കും. എങ്കിലും നിങ്ങളെ ആരും വിളിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നിശബ്ദതയിലാണ് ദൈവം തൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തികൾ ചെയ്യുന്നത്. ആരും നമ്മെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, ആരും തിരിച്ചറിയാതിരിക്കുമ്പോൾ പഠിക്കുന്ന പല കാര്യങ്ങളും അതല്ലാത്ത സാഹചര്യങ്ങളിൽ പഠിക്കാൻ സാധിക്കുകയില്ല. സൈലൻസിന് ദൈവം നമ്മെ മറന്നുവെന്ന അർത്ഥമല്ല ഉള്ളത്, മറിച്ച് ദൈവം നിങ്ങളെ അടുത്ത് നിരീക്ഷിക്കുകയാണ് എന്ന അർത്ഥമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ മറച്ചു വെക്കപ്പെടും. വാതിലുകൾ തുറക്കപ്പെടാതിരിക്കാൻ ആളുകൾ നമ്മെ കടന്നു പോകാൻ കാരണമാകും. വലിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അവ്യക്തതയുടെ കാലഘട്ടം ഉണ്ടായേ തീരൂ. നിങ്ങൾ മറക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ ടെസ്റ്റുകൾ പാസ്സായേ മതിയാകൂ. ഒരിക്കൽ നമ്മുടെ ജീവിതത്തെ മറ്റൊരാളുടേതുമായി കമ്പയർ ചെയ്യാതിരിക്കുക. അവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും മികച്ചതായി നടക്കുന്നു, അവർക്ക് ജീവിതത്തിൽ ചലഞ്ചൊന്നുമില്ല എന്നെല്ലാം നമുക്ക് തോന്നിപ്പോകാം. എന്നാൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ ഓട്ടത്തെ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ റേസ് നമ്മുടേത് മാത്രമാണ്. വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കേണ്ടതില്ല. നമ്മെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെക്കാൾ ബെറ്റർ ആണെന്ന് തോന്നിപ്പോകുന്ന മറ്റാരെയെങ്കിലും നമ്മൾ കണ്ടെത്തും. അതുകൊണ്ട് ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണെന്ന് മനസ്സിലാക്കി നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യാം. നമ്മുടെ സമയമാകുമ്പോൾ മറ്റൊന്നിനും അത് തടയാൻ സാധിക്കുകയില്ല. നമ്മെ മറച്ചു വെച്ചതുപോലെ തന്നെ നമ്മെ എല്ലാവരുടെയും മുൻപിൽ ദൈവം കൊണ്ടുവരും. നമ്മൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പോകാൻ കഴിയാത്ത പല ഇടങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യും. നഷ്ടപ്പെട്ടു പോയ സമയത്തെ ദൈവം നികത്തും. നിങ്ങളുടെ കയ്യിൽ ഒരു വിലപ്പെട്ട ഡയമണ്ട് മോതിരമുണ്ടെന്ന് കരുതുക. അതൊരു ബോക്സിൽ സൂക്ഷിച്ച് അത് നിങ്ങൾ എവിടെയെങ്കിലും മറച്ചു വെക്കുകയായിരിക്കും ചെയ്യുക. നിങ്ങളത് വീട്ടിലൂടെ നടക്കുമ്പോഴോ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴോ ധരിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ ഒരു സ്പെഷ്യലായ കാര്യത്തിന് പോകുമ്പോൾ നിങ്ങളത് ധരിക്കുന്നു. കാരണം നിങ്ങൾക്കത് വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം നിങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്നതാണ്. ഏറ്റവും യോജിച്ച സമയത്തിനായി ദൈവം കാത്തിരിക്കുകയാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനായി. നിങ്ങളുടെ ഉള്ളിൽ ഗ്രേറ്റ്നെസ്സിൻ്റെ വിത്തുകളുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഐസൊലേഷൻ സമയത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന നമ്മുടെ കുറവുകളെ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നതാണ്. അത് നമ്മൾ വളരുന്ന ഒരു കാലഘട്ടമാണ്. പ്രയാസകരമായ സന്ദർഭങ്ങളിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യുക. ആരും കാണാത്തപ്പോഴും ശരിയായത് ചെയ്തുകൊണ്ടിരിക്കുക. ആളുകൾ തെറ്റിദ്ധരിക്കുമ്പോഴും ശരിയായ ആറ്റിറ്റ്യൂഡ് നിലനിർത്തുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വളരുകയാണ്. പുതിയ സ്ഥാനങ്ങൾക്കായി ശക്തമായ തണുപ്പുള്ള രാജ്യങ്ങളിൽ ശീതകാലത്ത് മരങ്ങൾ ഇലകൾ പൊഴിക്കും. അവയ്ക്ക് ജീവനില്ലാത്ത പോലെ തോന്നിപ്പോകും. പുറമെ നിശ്ചലമായി തോന്നിയാലും മരത്തിൻ്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു. വസന്തത്തിൽ പുതിയ ഇലകൾ തളിർപ്പിക്കാനായി. അതുപോലെ തന്നെയാണ്
നമ്മൾ കടന്നു പോകുന്ന നിശബ്ദതയുടെ കാലഘട്ടവും. ഈ കാലഘട്ടം ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം പുതിയ ലെവൽസിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ കൂടുതൽ ഒപ്പോസിഷനുകളും തടസ്സങ്ങളും നമുക്കെതിരെ തീർച്ചയായും ഉയരുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അവയെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇവ ആവശ്യമാണ്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള നെഗറ്റീവായ കമൻറ്റുകളാൽ നിങ്ങൾ ഒഫൻഡഡ് ആകാൻ പാടില്ല. നിങ്ങൾക്ക് ഇരുമ്പ് കൊണ്ടെന്ന പോലെയുള്ള ഒരു നട്ടലുണ്ടായേ തീരൂ. നിങ്ങൾ വൈരാഗ്യ ബുദ്ധിയോടെ നിങ്ങളായിരിക്കുന്ന പൊസിഷൻ ദുരുപയോഗം ചെയ്ത് ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്താൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വിമർശനങ്ങളെ താങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭയപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുന്നത് പ്രയാസകരമായി മാറുന്നു. ഈ സൈലൻസിൻ്റെ കാലഘട്ടം വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നു. സത്യത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുകയല്ല, മറിച്ച് നിങ്ങളെ അനുഗ്രഹങ്ങൾക്കായി ഒരുക്കുകയാണ്. ചിലപ്പോൾ ഈ നിശബ്ദതയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഗർവ്വം ഉപേക്ഷിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റും ദൈവം നമ്മെ പ്രചോദിപ്പിച്ചേക്കാം. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള അവസരമായി അതിനെ കാണാം. ടൈലർ പെറി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പിതാവിൽ നിന്നും വളരെയധികം ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരുമായിരുന്നു. ഈ വേദനകളെ മറക്കുവാനായി അദ്ദേഹം ഒരു സാങ്കല്പികമായ ലോകം സൃഷ്ടിച്ച് പുതിയ കഥകൾ ഉണ്ടാക്കുമായിരുന്നു. 20 വയസ്സോളം ഉള്ളപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു ബന്ധുവിൽ നിന്നും $300 കടം വാങ്ങി ഒരു കൊച്ചു തിയേറ്റർ വാടകയ്ക്കെടുത്തു. പ്രദർശനത്തിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചു. അയാൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്നാൽ ആരും വന്നില്ല. ഇത് പലതവണ ആവർത്തിച്ചു. അതിനെക്കുറിച്ച് മറന്നുകളയാൻ കുടുംബാംഗങ്ങൾ പറഞ്ഞു. സാധാരണ ഒരു ജോലി കണ്ടെത്താൻ ഉപദേശിച്ചു. എന്നാൽ ഈ സ്വപ്നം ഉപേക്ഷിക്കാതെ മുന്നോട്ട് തന്നെ അദ്ദേഹം നീങ്ങി. അങ്ങനെ നാളുകൾ കടന്നുപോയി. വളരെ കുറച്ചാളുകൾ മാത്രമേ ഇപ്പോഴും ഉണ്ടാകുമായിരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ നിരാശ തോന്നി ഉപേക്ഷിക്കുവാൻ ഓർക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ടുമായി വരും. 7 വർഷത്തോളം ഇതൊരു സ്ട്രഗിൾ ആയിരുന്നു. ഒരിക്കൽ സൗത്ത് കരോലിനയിൽ നിന്നും ഒരവസരം വന്നു. ഇത് തൻ്റെ ബിഗ് ബ്രേക്ക് ആകുമെന്ന് അദ്ദേഹം കരുതി. എല്ലാ ഒരുക്കങ്ങളുമായി അദ്ദേഹം അവിടേക്ക് യാത്ര ആരംഭിച്ചു. അപ്പോഴാണ് സൗത്ത് കരോലിനയിലേക്ക് ഒരു കൊടുങ്കാറ്റ് വരുന്നതായി വാർത്തകളിൽ കണ്ടത്. പിന്നീട് സ്വന്തം നാട്ടിൽ മറ്റൊരു തിയേറ്റർ വാടകയ്ക്ക് വാങ്ങി. എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ദിവസം കുറേ ആളുകൾ ഷോയ്ക്കായി വന്നു ചേർന്നു. അന്നു മുതൽ ഉയർച്ചകളുടെ കാലമായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ആഫ്രിക്കൻ അമേരിക്കൻ ഫിലിം പ്രൊഡ്യൂസറായി അദ്ദേഹം മാറി, ടൈലർ പെറി. എന്നാൽ ഒരിക്കൽ ടൈലർ പറഞ്ഞു, തൻ്റെ പിതാവിനോട് ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വിജയങ്ങളൊന്നും തനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. വർഷങ്ങളോളം അദ്ദേഹം പിതാവിനോടുള്ള ദേഷ്യം കൊണ്ടു നടന്നു. എന്തുകൊണ്ട് തൻ്റെ പിതാവ് തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ചിന്തയുമായി. ഒരിക്കൽ ടൈലർ തൻ്റെ പിതാവിനെ കാണുവാൻ പോയി. പിതാവിനെ ഒരു വ്യക്തി എന്ന നിലയിൽ കാണാൻ ശ്രമിച്ചു. തൻ്റെ പിതാവിന് ചെറുപ്പത്തിലേ കിട്ടാതെ പോയ ഗൈഡൻസും ട്രെയിനിങ്ങും അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ പിതാവ് കടന്നുപോയ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ പിതാവെന്ന നിലയിൽ തന്നോട് ചെയ്ത കാര്യങ്ങൾ ശരിയായി കണക്കാക്കിയില്ലെങ്കിൽ പോലും പിതാവിനോട് ക്ഷമിക്കാൻ തീരുമാനിച്ചപ്പോൾ പുതിയ അവസരങ്ങൾ തൻ്റെ ജീവിതത്തിൽ തുറന്നു കിട്ടുവാൻ അത് കാരണമായി. നമ്മുടെ ക്യാരക്ടർ മികച്ചതാക്കുവാൻ, മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ഈ നിശബ്ദതയുടെ കാലഘട്ടത്തെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ നിശബ്ദതയുടെ കാലഘട്ടത്തെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറാകാം. നിങ്ങളെ മറച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ വിലപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടും നിങ്ങളെ ഉയർത്തുവാനുമാണ് എന്നത് മറക്കാതിരിക്കാം. നിശബ്ദതയുടെ കാലഘട്ടത്തെ നന്നായി പ്രയോജനപ്പെടുത്തി ടെസ്റ്റ് പാസ്സാകാം.